നമ്മൾ പുതിയൊരു മൈക്ക് മേടിച്ചിരിക്കുകയാണ്. ഗ്രെനാറോ S11 Pro എന്ന് പറയുന്ന ഐറ്റമാണ്. ഇത് സിംഗിൾ യൂണിവേഴ്സ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. യൂണിവേഴ്സ് വെർഷൻ സിംഗിൾ ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ ഐറ്റമാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് മൈക്കും കാര്യങ്ങളും മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു വയർലെസ് മൈക്രോഫോൺ ആണ്. ഇത് നമുക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ ഈ ഒരു കടലാസ് കാര്യങ്ങൾ ഇതൊക്കെ തുറന്നിരിക്കുന്നത് വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാറണ്ടി കാർഡിൽ എന്തൊക്കെയോ ഓരോ കൊടുത്തിട്ടുണ്ട്. വാറണ്ടി പീരീഡ്സ് കംപ്ലീറ്റ്ലി 1 year കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ഡേറ്റ് രജിസ്റ്റർ 3,000 രജിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് അൺബോക്സ് ചെയ്താണ്, നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അത് തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടാണ് സംഗതിയാണല്ലോ. ഇവിടെ നമുക്ക് ഇതുണ്ട് ലൈറ്റിംഗ് കേബിളായിട്ട് നോക്കിയാൽ നമുക്ക് ഐഫോണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിംഗ് കേബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഐറ്റം. അതായത് പുറത്തോട്ടിരിക്കുകയാണ്. ഇത് ഏകദേശം നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ പോലെ വയർലെസ് എയർപോർട്ട് കാര്യങ്ങളൊക്കെ പോലെ തന്നെ ലുക്കാണ് നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ ചാർജർ കാര്യങ്ങളൊക്കെ അല്ല, ടൈപ്പ് ഒരു കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പുറത്തോട്ടിരിക്കുക അതെ കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ഗ്രെനാറോ S11 Pro എന്ന് പറയുന്ന മൈക്ക്. നമ്മൾ മേടിച്ചിരിക്കുന്ന മൈക്ക് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇതാണ് ഇതിൻ്റെ മൈക്രോഫോൺ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ വോയിസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ആവുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന മറ്റൊരു സാധനം എന്ന് വെച്ചാൽ ടൈപ്പ് സി റിസീവറാണ്. ഈ ഒരു ടൈപ്പ് സി റിസീവറാണ്. ഈ ഒരു ടൈപ്പ് സി റിസീവറിൽ ഒരു റെഡ് ലൈറ്റ് ഉണ്ട്. അത് കണക്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. കണക്ട് ആയിക്കാൻ അത് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് അത്രയ്ക്കുള്ള ആ ഒരു സംഗതി ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വരുന്ന സംഭവം എന്ന് വെച്ചിരുന്നത്. അപ്പോൾ ഇതൊരു വളരെ നമുക്ക് പോക്കറ്റിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കുടുക്കാച്ചി മൈക്കാട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട്, ചാർജിങ് കാര്യങ്ങളായിട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് 30 മീറ്റർ വരെ ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. പ്ലഗ് ആൻഡ് പ്ലേ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 30 മീറ്റർ വരെ നമ്മൾ നടന്നുകൊണ്ട് പോയി റെക്കോർഡ് ചെയ്താൽ അത്ര ക്ലിയർ ആവത്തില്ല. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞ കളറാണ്. ഇതാണ് ഇതിൻ്റെ മാനുവൽ ബുക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാനുവൽ ബുക്കിൽ ഞാനൊരു രസകരമായ സംഭവം കണ്ടല്ല, കാണാൻ പറ്റിയില്ല. ഇതിൻ്റെ അകത്ത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിക്കോട്ടോ. ഞാൻ 11 വരെ കണ്ടുപിടിച്ച് പാർട്സൊക്കെ. ഇനി 12 ഉണ്ട്, 13 ഉണ്ട്. അതെനിക്ക് ഇതുവരെ കാണാൻ പറ്റിയില്ല. ഇനി എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് അറിയാൻ പാടില്ല. അത് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കത് നോക്കാം എവിടെയാണ് ഈ 12ഉം 13 ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ കാര്യത്തിലൂടെയാണെങ്കിൽ ഈ ഒരു മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നേരെ ഫോണിലോട്ട് ഡയറക്റ്റ് ആ റിസീവർ ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും വേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് സിംഗിൾ ചാനലാണ്. ഡുവൽ ചാനലുണ്ട്. ഡുവൽ ചാനലിന് മോഡൽ S13 Pro എന്നാണ് പറയുന്നത്. സാംസങ്ങിൻ്റെ ഫോണിൻ്റെ പേരൊക്കെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വാങ്ങുകയാണെങ്കിൽ വാങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഓൺലൈനിൽ കയറി രജിസ്റ്റർ ചെയ്യണം. ഇനി നമുക്ക് ഈ സാധനം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു പഴയ ഫോണാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി കാണിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല നമ്മുടെ ആ ഒരു ട്രാൻസ്മിറ്റർ അല്ല, റിസീവർ എടുത്ത് ജസ്റ്റ് ഇതിനകത്തൊന്ന് പ്ലഗ് ചെയ്യുക. പിന്നെ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ സെറ്റിങ്സിൽ പോയിട്ട് മൈക്ക് എക്സ്റ്റേണിൽ കൊടുക്കുക ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൈക്ക് വലിയ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. 1,500 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതാണ് ലൈറ്റ്നിങ് കണക്ടർ. ഐഫോണിൻ്റെയൊക്കെ ലൈറ്റ്നിങ് കണക്ടർ നേരെ ഇതിനകത്ത് കണക്ട് ചെയ്ത് ഐഫോണിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മൈക്ക് നമുക്ക് ഇനി അടുത്തത് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൈക്കും അതുപോലെ തന്നെ മൈക്ക് കണക്ട് ചെയ്യുന്നത് നോയിസ് ക്യാൻസലേഷൻ, ഇതാണ് പവർ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണുന്നതാണ്. നോയിസ് ക്യാൻസലേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻഡിക്കേഷൻസ് മനസ്സിലാക്കാൻ പറ്റും ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന ആ ഒരു സ്ലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമുക്കിനി ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യം പറയാം. അപ്പോൾ ഈ ഒരു മൈക്ക് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ബാറ്ററി ഡ്രെയിൻ ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 1-1.5 മണിക്കൂറോളം നമ്മൾ യൂസ് ചെയ്തു. നമ്മൾ ആ വാങ്ങിയ സംഗതിയിൽ നിന്ന് തന്നെ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അത് നേരെ കുത്താണ്ടിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചാർജ് ചെയ്യാനുള്ളത്. ബോക്സിലോട്ട് ചാർജ് ആയിക്കോളും. ബോക്സിൽ ഏകദേശം 100% ചാർജ് ഉണ്ട്. ഇനി നോക്കിക്കോട്ടെ 57% ചാർജിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചാർജ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഫുള്ളായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. മാക്സിമം 8 മണിക്കൂറാണ് പറയുന്നത്, പക്ഷേ അത്രയും കിട്ടില്ല. ഗായ്സ്, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ വോയിസ് എന്നാണ്. ഫോണിൻ്റെ ഇൻബിൽഡ് മൈക്ക് എന്നുള്ള വോയിസാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് നേരെ ഇനി ആ മൈക്കിലുള്ള വോയിസും കൂടി കേട്ട് നോക്കാം. അപ്പോൾ ഇതാണ് മൈക്രോഫോണിൻ്റെ ട്രാൻസ്മിറ്റർ. ഇതാണ് ടൈപ്പ് സി റിസീവർ. അപ്പോൾ ഈ റിസീവർ നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷമാണ് ഇതായിട്ട് കണക്ട് ചെയ്ത് പെയർ ചെയ്ത് നമുക്ക് ആ വോയിസ് വരുന്നത്. ഇപ്പോൾ കേൾക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇൻബിൽഡ് മൈക്കിനുള്ള വോയിസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൈക്കിലോട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് നമുക്ക് പറഞ്ഞു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ വരാം, ഒരു സെക്കൻഡ്. അപ്പോൾ ഗായ്സ്, ഒരു കോമഡി ഇതിനകത്ത് നടന്നിട്ടുണ്ട്. കോമഡി നടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരം നമ്മുടെ വോയിസ് എല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടിരുന്നത് വെച്ചത് ഫോണിൻ്റെ ഇൻബിൽഡ് മൈക്കിലായിരുന്നു. അതായത് നമ്മൾ ഇത്ര നേരം വീഡിയോ ഒക്കെ എടുത്തിരുന്നു, അത് മൊത്തം റെക്കോർഡായത് ഫോണിൻ്റെ ഇൻബിൽഡ് മൈക്കിൽ നിന്നായിരുന്നു. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കണക്റ്റ് ആയിട്ട് ഓൾറെഡി സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫോണിൽ ക്യാമറയുടെ സെറ്റിങ്സിൽ
മൈക്ക് ഓപ്ഷൻ കാണിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് കൊടുക്കുക, എന്നാൽ മാത്രമേ ഇത് സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മൈക്കിലാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു മൈക്രോഫോണിൽ. അപ്പോൾ ഗ്രനാറോ S11 Pro എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് സിംഗിൾ യൂണിവേഴ്സ് ആണ്. ഡബിൾ യൂണിവേഴ്സ് ഉണ്ട്. ഡബിൾ യൂണിവേഴ്സ് ആകുമ്പോൾ 2 പേർക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് നമുക്ക് സംസാരിക്കാം, ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാം, അല്ല ഗായ്സ് ഇങ്ങനെ പറഞ്ഞ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഇപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ആ ഒരു നോയ്സ് നിങ്ങൾക്ക് ഇതിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൽ തന്നെ 3 ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര നാളെ ഞാൻ യൂസ് ചെയ്തിട്ട് മൈക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ബോയയുടെ M1 എന്ന് പറഞ്ഞൊരു മൈക്കായിരുന്നു. അപ്പോൾ ഈ ഒരു മൈക്ക് അടിപ്പം മൈക്കാട്ടോ, ഒന്നും പറയാനില്ല, നല്ല സെറ്റ് സാധനമാണ്. ഈ സാധനം എന്ന് വെച്ചാൽ നമുക്ക് നേരല്ല, ഈ ഫോണിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ എൻ്റെ സുനാപ്പിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് യൂസ് ചെയ്താൽ ഈ ഒരു മൈക്ക് അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഫോൺ ഇതായിരുന്നു. അപ്പോൾ ഈ ഫോണായിരുന്നു കഴിഞ്ഞ 5 വർഷം ഉപയോഗിച്ചിട്ടുണ്ട്. കിടക്കാച്ചി ഫോണാണ്, 5 വർഷം ഉപയോഗിച്ച്. സാംസങ് ഗാലക്സി A50 ചത്ത് കൊന്നെടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിനാണ്. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഡിസ്പ്ലേ ഒന്ന് പോയെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഫോൺ വാങ്ങി. അപ്പോൾ ആ ഒരു ഫോൺ വാങ്ങിയപ്പോൾ ആ ഒരു ഫോണിൽ ഇപ്പോഴത്തെ ഫോണിൽ 3.5mm ജാക്ക് കണക്ട് ചെയ്ത സെറ്റപ്പ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയിരുന്നു. ഇത് Type C കണക്ടറാണ്, 3.5mm ഇങ്ങനെ കണക്ട് ചെയ്ത് അത് കണക്ട് ചെയ്താൽ നേരെ സംഗതി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഗതി മേടിച്ചിട്ട് വെറും വേസ്റ്റ് സാധനമുണ്ട്. ഇത് 200 രൂപ കൊടുത്ത് വാങ്ങിയിട്ട് ഇത് ഒരിക്കലും എനിക്ക് പറ്റില്ലെന്ന് വെച്ചാൽ ഈ ഒരു സാധനം വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര നോയ്സ്, ഒരു വൃത്തിയായിട്ട നോയ്സാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ വേറെ ഒന്നും കൂടി ഓർഡർ ചെയ്ത് അതും ഇതുപോലെയൊക്കെ തന്നെ ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോണിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ എങ്കിൽ ഞാൻ എന്താ പറയുക, ആമസോണിൽ വാങ്ങിയതിന് ശേഷമായിട്ട് റിവ്യൂ എല്ലാം നോക്കിയത്. അപ്പോൾ റിവ്യൂ എല്ലാം നോക്കിയത് എല്ലാവർക്കും ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു. അത് നമ്മൾ ആദ്യം റിവ്യൂ നോക്കാണ്ട് വാങ്ങിയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ അത് പോട്ടെ. പക്ഷേ എങ്കിൽ ഈ ഒരു സാധനം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയാട്ടോ. ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലോട്ട് അവിടെ കേട്ടെ നമ്മൾ സംഗതിയിൽ നിന്ന് മാറി വരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഐഫോൺ കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈറ്റ്നിങ് കേബിളിൻ്റെ ആ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഐഫോണിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കണക്ട് ചെയ്ത് ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ചാർജർ, Type C ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ വന്നിരിക്കുന്നത് അതിൻ്റെ റിസീവറാണ്. റിസീവർ അതിൽ തന്നെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ കാര്യത്തിലൂടെ നമുക്ക് ഇനി മൈക്കിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ വാറണ്ടി കാർഡ് ഇവിടെ എവിടെ കണ്ടത് അത് കാണുന്നില്ല. ഞാൻ എത്ര നേരം ഇവിടേക്ക് വെച്ചിരുന്നു, അത് ഇവിടെ ഓടിക്ക് പോയി. അപ്പോൾ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ പഠിച്ച് നോക്കാം. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അത് ജസ്റ്റ് ഒറ്റയ്ക്ക് തവണ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ലെവൽ 1 നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പുറത്ത് നോയ്സ് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക. വേറൊരു സംഗതി മനസ്സിലാക്കാം. കേൾക്കുന്നുണ്ടോ? നമുക്ക് ലെവൽ 2 ഇടാം. യെസ്, ലെവൽ 2 ആക്റ്റീവായിട്ടിരിക്കുകയാണ്. ഇതൊന്നും അത്ര കുറയത്തില്ലാത്ത കേൾക്കായിരിക്കും. നിങ്ങൾക്ക് പുറത്തുള്ള മഴയുടെ നോയ്സ് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മഴയും കുറഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്ക് ലെവൽ 3 ഇടാം. ലെവൽ 3 ഇട്ടാൽ 3 പ്രാവശ്യം ഇൻഡിക്കേഷൻ കത്തോട്ടാ ഇവിടെ നോക്കില്ല. എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ട് കേട്ട് നോക്കണം, എന്നാലേ ഫുൾ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പുറത്തുനിന്നാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുന്നത്. ഇപ്പോൾ ഈ ഒരു അടഞ്ഞ മുറിയിൽ അത്രത്തോളം വ്യക്തമായിട്ട് നോയ്സിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ഇതിൻ്റെ അകത്ത് നല്ലൊരു എക്കോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഈ ഒരു സാധനം മാറ്റിയേക്കട്ടെ, ആ നോയ്സ് 3ാമത്തെ ലെവലിൽ നിന്ന് മാറ്റിയേക്കാം. 3ാമത്തെ ലെവലിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മ്യൂട്ട് ഓപ്ഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മ്യൂട്ട് ഓപ്ഷൻ ചെയ്യുക. 2 സെക്കൻഡ്. മ്യൂട്ട് ഓപ്ഷൻ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ എത്രത്തോളം വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക. അപ്പോൾ ഈ ഒരു മൈക്കിൻ്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു മൈക്കാണ്. 1529 രൂപയാണ് ഇതിൻ്റെ വില. വലിയ തെറ്റില്ലാത്തതായിട്ട് എനിക്ക് തോന്നി. നമുക്കിനി ഈ ഒരു മൈക്ക് ഫുൾ യൂസ് ചെയ്തിട്ട് നമുക്കിനി വരും കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച് എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ ഓരോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് പറയാവുന്നതാണ്. പിന്നെ ഇത് ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പവർ ബാങ്കിൽ കുത്തി ചാർജ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഏറ്റവും ആവശ്യം, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഔട്ട് സൈഡിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് 30 മീറ്റർ വരെ ഈ ഒരു മൈക്ക് നമുക്ക് ഉപയോഗിച്ചാൽ സൗണ്ടിന് പ്രശ്നം വരില്ലെന്ന് തോന്നുന്നു. നടക്കുമ്പോൾ സൗണ്ടിന് പ്രശ്നം വരുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ എടുത്ത വീഡിയോ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ഏകദേശം നമുക്കൊരു 5 വരെ പോകും. ഓക്കെ, ഇതിൻ്റെ അതൊരു ഇത് കാണിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം നീങ്ങുന്നതനുസരിച്ച് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആക്റ്റീവ് ചെയ്ത് നോക്കാം.
വോയിസ് ക്യാൻസലേഷൻ ലെവൽ 1 ആക്റ്റീവാണ്. അവർക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ലെവൽ 2 ആക്റ്റീവാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കട്ടോ. ഇപ്പോൾ ലെവൽ 3 ആക്റ്റീവാണ്. ഓക്കെ, നമുക്കിന്നെ ഓഫ് ചെയ്യാം. ഓഫാണ്. ഇനി ഇവിടെ മ്യൂട്ട് ഓപ്ഷൻ നമുക്ക് ഇത്ര ലോങ്ങിൽ കിട്ടും നോക്കട്ടോ. മ്യൂട്ട് ഓഫ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ അടുത്ത് നടക്കുമ്പോഴാണ് ഇതിൻ്റെ സൗണ്ടിന് പ്രശ്നം വരുന്നത്. ബാക്കിയൊന്നും വലിയ ഇഷ്യൂ ഇല്ല. അപ്പോൾ നോക്കാമെന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടിരുന്ന ഇരിക്കാമല്ലേ. വലിയ എനിക്ക് തോന്നുന്ന ഈ സാധനം എനിക്ക് സാധനം ആമസോണിൽ എടുക്കുന്ന ചില സമയത്ത് പണിയിട്ടാണ് കേട്ടോ. പിന്നെ ചിലതിനൊന്നും റിട്ടേൺ കിട്ടാറില്ല. പിന്നെ റിട്ടേൺ കിട്ടിയാൽ ഇവന്മാർ ചിലതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഔട്ട്ഡോർ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു മൈക്ക് 30 മീറ്റർ റേഞ്ച് ഉണ്ട്. 30 മീറ്റർ റേഞ്ച് ഒന്നും ഈ മൈക്കിന് കിട്ടത്തില്ല. നടക്കുമ്പോൾ ആ റേഞ്ചൊക്കെ പോവും. ശബ്ദമൊക്കെ വളരെ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നിങ്ങളൊരു 30 മീറ്റർ പോകേണ്ട 20 മീറ്റർ വരെയൊക്കെ നിന്നിട്ട് നമുക്ക് വോയിസ് കിട്ടുന്നതാണ്. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു കട്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു മൈക്കിന് നമുക്ക് നേരിടുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ കൂടി ഞാൻ ആക്റ്റീവ് കാണിച്ചിട്ടേ. നമുക്ക് ഫസ്റ്റ് ലെവൽ ഇടാം. ഫസ്റ്റ് ലെവൽ ആക്റ്റീവാണ്. പുറമേയുള്ള വോയിസ് എന്തെങ്കിലും കേൾക്കുന്നത് നോക്കുക. അടുത്ത സെക്കൻഡ് ലെവൽ ഇടാം. ഇപ്പോൾ സെക്കൻഡ് ലെവൽ ആക്റ്റീവാണ്. ഇനി തേർഡ് ലെവലിൽ ഇടുമ്പോഴാണ് ഇതിൻ്റെ ഗുലുമാല അറിയുന്നത്. അപ്പോൾ വോയിസ് കയറിയിരിക്കും തേർഡ് ലെവൽ ഇടുമ്പോൾ. ഇപ്പോൾ തേർഡ് ലെവൽ ആക്റ്റീവാണ്. പിന്നെ ഞാൻ പറഞ്ഞ വോയിസ് നന്നായിട്ട് കയറിയിരിക്കും. ബാക്കിലുള്ള വോയിസ് കൂടി കുറയുന്നുണ്ട്. പക്ഷേ തേർഡ് ലെവലിൽ സുഖമൊന്നുമില്ല കേട്ടോ. ഈ മ്യൂട്ട് തേർഡ് ലെവലിൽ ഞാൻ മാറ്റി സാധാ പോലെ ആക്കിയിട്ടുണ്ട്. ഈ മ്യൂട്ട് ഓപ്ഷൻ കൂടി വെക്കാം. 1 2 ഓക്കെ. അപ്പോൾ സെറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം ഈ ഒരു മൈക്ക് ഞാൻ ശരിക്കും യൂസ് ചെയ്തു. അപ്പോൾ ഈ മൈക്കിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വോയിസ് ഓവർ കൊടുക്കില്ല വീഡിയോസിൽ. ചില വീഡിയോസിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ മൈക്കിൽ വോയിസ് നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടായിരിക്കും ആദ്യം കയറി വരുന്നത്. അതിനുശേഷമാണ് അപ്പോൾ നിങ്ങളങ്ങനെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഒരു 1-2 സെക്കൻഡ് വിട്ടിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. 1-2 സെക്കൻഡ് സൈലൻ്റ് ആക്കിയിട്ട് എന്നിട്ട് വേണം റെക്കോർഡ് തുടങ്ങാൻ. ആദ്യത്തെ 1-2 സെക്കൻഡ് നമ്മളെടുത്ത് പറയുമ്പോൾ ഈ മൈക്കിൽ അത്ര ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല. ഭയങ്കര സൗണ്ട് ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഈ ഒരു മൈക്കിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വരും കാലഘട്ടമുള്ള ഈ ഒരു മൈക്കിൻ്റെ റിവ്യൂ നമ്മൾ ഫുൾ ചെയ്യണം. എന്തായാലും അങ്ങനെ മേടിച്ച് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഫുൾ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടും കേട്ടോ. അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോ അടുത്തൊരു ഇടണം. ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുക വെച്ചാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റിയില്ലെങ്കിൽ നേരെ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രതിഷേധം എന്താണെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബൈ.